സാധാരണ രീതിയിൽ ചിലപ്പം ഈ ബോട്ടിനകത്തൊക്കെ തിരികെ കത്തിച്ച് വെക്കുന്നൊരു പരിപാടിയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാം. കാര്യം ഈ പടത്തിൻ്റെ മുമ്പിൽ തിരികെ കത്തിച്ച് വരുവാണ്. അതല്ലാണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ കണക്കിന് ഗ്യാസ് സിലിണ്ടർ ലീക്കായി എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ ഈ ബോട്ടിലുള്ളവരെ കാണാൻ കഴിഞ്ഞിരുന്നോ? ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇല്ല, ബോട്ടിനകത്ത് തൊഴിലാളികൾ ഇവർ കൂടുതലും അതിർത്തി ഗ്രാമം, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. അവരിതിനകത്ത് ഇല്ലായിരുന്നു. എല്ലാവരും വീട് സാധാരണ ഇവിടെ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകുമോ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ റൂം എടുത്ത് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും എല്ലാം ഫൈബർ ബോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നൈലോൺ വലകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ വലകളാണ്. ഈ വലകളെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വലകളാണ്. ഇത് അതിൻ്റെതായ മീനിൻ്റെ രീതിക്ക് അനുസരിച്ച് വലകൾ സൂക്ഷിക്കും. അതാണ് ഏറ്റവും കൂടുതൽ കത്തിക്കഴിഞ്ഞാൽ. സമീപത്തായിരുന്നു ഈ വെള്ളം ഉണ്ടാകുന്നത്. കെടുകാരീസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രദേശം എന്ന് പറയുന്നത് പഞ്ചായത്താണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ കോർപ്പറേഷൻ. അപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തൃക്കരുവ പഞ്ചായത്താണ്. ഇതുവരെ തീരേശ റോഡില്ല ഇവിടെ. നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടി. മേളിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള വഴി മാത്രമേ ഉള്ളൂ. ഫയർഫോഴ്സിന്റെ ആളുകൾ വളരെ നന്നായിട്ടുള്ള ശ്രമകരമായ ഉഗ്രശ്രമം. അതായത് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ സേവനം ഭയങ്കരമായിട്ട് എങ്ങനെ എത്തിയത് അവർ ആ റോഡ്, അതായത് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന റോഡാണ്. ഈ വീട്ടിൽ കാറ് വരാൻ വേണ്ടി അതിലേ ഉള്ളൊരു സൗകര്യം. അല്ലാതെ ഇവിടെ വാഹന സൗകര്യം വളരെ ഭയങ്കര പ്രശ്നമാണ്. ഫയർഫോഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിലേക്ക് തീ പൂർണ്ണമായും അണച്ചത്. നമ്മൾ ആദ്യമാ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആകാശത്തേക്ക് ഉയരുന്ന അഗ്നിബാധയും പുകയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ജിനാഥ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. രാഹുൽ, ഈ ഒരു അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാനായി കൃത്യസമയത്ത് അവിടെ എത്തിയ പ്രദേശവാസികൾ കുറച്ച് വള്ളങ്ങൾ കെട്ടഴിച്ച് വിട്ടിരുന്നു. അതിലൊരു വള്ളം മാത്രമാണ് ഇപ്പോൾ ദൂരെ മാറി കത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയെല്ലാം അണച്ചു കഴിഞ്ഞു അല്ലേ? അതെ, ബാക്കി എല്ലാ വെള്ളത്തിലെയും തീ നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനിയായി ഈ വെള്ളം ഈ ദൂരെയുള്ള വെള്ളത്തിലേക്ക്, തീ പിടിച്ച വെള്ളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി മുന്നിലുള്ള ദൗത്യം. അതിലേക്ക് എങ്ങനെ എത്താനാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പൊട്ടിത്തെറിക്കുള്ള സാധ്യതകളില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി സമാന്തരമായ ഒരു വെള്ളം വിട്ട ശേഷം അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള കാഴ്ച. കുറച്ച് ദൃശ്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഈ കത്തി അമർന്ന് കിടക്കുന്ന അതിൻ്റെ ശേഷിപ്പുകൾ, നമുക്ക് ഈ വള്ളങ്ങളുടെ ശേഷിപ്പുകൾ കാണാം. എത്രമാത്രം ഭീകരമായാണ് ഇത് കത്തി നശിച്ചത്, എത്രമാത്രം വലിയ വ്യാപകമായ നാശമാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്തായാലും കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 6:20 ആകുമ്പോഴേക്കും നമുക്ക് ദൃശ്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകുന്നുണ്ട്. വള്ളങ്ങൾ നോക്കൂ, ഈ വള്ളങ്ങൾ ഇനി നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒന്നുകൂടി ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഉള്ള വലിയ നാശം, വ്യാപകമായ നാശം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രദേശവാസികൾ ആദ്യം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാക്കി നിൽക്കുന്ന രൂപത്തിൽ പോലും വെള്ളങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ കഴിയുക. ഇവിടെയുള്ള ആളുകൾ എത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് അത് കെട്ടഴിച്ച് വിടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടത്. ആ ഘട്ടത്തിലാണ് പല സ്ഥലങ്ങളിലേക്ക് വെള്ളം ദിശ മാറി നിൽക്കുന്നത്. അതിൽ അല്പം ദൂരേക്ക് പോയ വെള്ളമാണ് അവർക്ക് തീ അണയ്ക്കാൻ ഇപ്പോൾ നിലവിൽ എന്തായാലും കഴിയുന്ന തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു അവസാനഘട്ട പ്രവർത്തനം, ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നടക്കുകയാണ്. ഇനി ശേഷം സമാന്തരമായ വെള്ളം ഉപയോഗിച്ച് ഫോമിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. ചേട്ടാ, ഏതായാലും തീ അണയ്ക്കാൻ പൂർണ്ണമായും കഴിഞ്ഞു അല്ലേ? ഏകദേശം തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 2 ബോട്ടുകൾ ഇതിൽ നിന്ന് ഉപയോഗിച്ച് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് മൺതിട്ടയിൽ, അപ്പുറത്തെ മൺതിട്ടയിലും ഒന്ന് ഒരു ചീനവലയിലും അടിഞ്ഞ് ഇരിക്കുകയാണ്. ഏകദേശം 14ഓളം ബന്ധപ്പെട്ട ആരെങ്കിലും കാണാൻ കഴിഞ്ഞു? ബോട്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഇല്ല. പെരുന്നാൾ കുളച്ചക്കാരാണ്, അവരുടെ പെരുന്നാൾ ഉണ്ടായിട്ട് അവരെല്ലാം കിട്ടിയിട്ട് പോയിരിക്കുകയാണ്. അങ്ങോട്ട് പോയിരിക്കുകയാണ്. വെള്ളം ഇവിടെ ഇട്ടിട്ടാണോ അങ്ങനെ പോകാറുണ്ടല്ലോ വെള്ളം ഇവിടെ ഇട്ടിട്ട്? ബോട്ട് ഇവിടെ ഇട്ടിട്ട് ഞായറാഴ്ച പോയിട്ട് ഇന്ന് വൈകുന്നേരത്ത് വരെ വരാറേ ഉള്ളായിരുന്നു. ഞായറാഴ്ച രാത്രി അവർ വരെ വൈകുന്നേരത്ത് വന്നിട്ടാണ് ബോട്ട് കൊണ്ട് പോകാറുള്ളത്. തീപിടുത്തം എങ്ങനെ ഉണ്ടായെന്നുള്ള വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? അത് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഗ്യാസിൽ നിന്നുള്ള എന്തെങ്കിലും ആയിരിക്കാൻ സാധ്യതയുള്ളത്. 2 വെള്ളത്തിലാണ് ആദ്യം തീ പിടിച്ചത്. 2 ബോട്ടിനകത്ത് ഒരു ബോട്ട് തീ പിടിച്ചു, അതിനകത്ത് നിന്ന് അടുത്തൊരു ബോട്ട് തീ പിടിച്ചു. ഇത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് വലിയ അപകടം സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഒന്ന് തെറിച്ച് വീണിരുന്നെങ്കിൽ. വീടുകൾക്ക് സമീപത്താണെന്ന് തോന്നില്ലേ വെള്ളങ്ങൾ? സമീപത്താണ് വീടുകൾ. പിന്നെ ചീനവലകളും കത്തിപ്പോയിട്ടുണ്ട്. ആഴ്ചകൾക്കിടയിൽ രണ്ടാമത്തെ വലിയ അപകടമാണ്. എന്നാലും നേരത്തെ ഉണ്ടായ ഇത്രയും വലിയ അപകടമല്ല ഇത് വലിയ അപകടമാണ്.
വലിയ ഈ പ്രദേശത്തുള്ളവരെല്ലാം വീട് പൂട്ടി മുകളിലേക്ക് പോയി. അത്ര ഇതെന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിന്റെ ഉടമകൾ തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലും ഉള്ളവരാണ്. അവരാരും ഇടില്ല. ഇതിന് ഇപ്പോൾ ഉള്ള ഇതിനകത്ത് ഉടമകളില്ല, പക്ഷെ അത് നോക്കി നടത്തുന്നവരുണ്ട് ഇവിടെ. അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ? അവർ ഏകദേശം 20ഓളം ഗ്യാസ് കുറ്റികൾ ഈ ബോട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10-15ഓളം ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ഈ പരിസരത്ത് ഉള്ള ആൾക്കാർക്ക് അപകടം പെട്ടാതെ രക്ഷപ്പെടാൻ പോയി കഴിഞ്ഞത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ ഭാഗത്ത് നിൽക്കുന്ന കരയുടെ ഭാഗത്ത് നിൽക്കുന്ന ഗ്യാസ് കുറ്റികളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. അതായത് ഈ വള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ഗ്യാസ് കുറ്റികളാണ്. ഇതിൽ പലതും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ എണ്ണം പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 9 ബോട്ടുകളാണ്. അപ്പോൾ ഒരു ഫൈബർ ബോട്ടുമാണ്. അപ്പോൾ ഏതാണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ എത്ര ഗ്യാസ് കുറ്റിയൊക്കെ കാണും? അത് ഉദ്ദേശം പറയാനേ പറ്റത്തുള്ളൂ. അത് ഒരു പോകുന്നതനുസരിച്ചാണ്. അതായത് ചിലപ്പം ഒരു 5-6 ഗ്യാസ് കുറ്റികൾ വരെ ഒരു ബോട്ടിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ വില വരുന്ന ഈ ബോട്ടിനോളം തന്നെ വില വരുന്ന വലകൾ ഈ ബോട്ടിനകത്തുണ്ട്. ബോട്ടിനേക്കാൾ വിലയാണ് ഈ വലയ്ക്കെന്ന് വെച്ചാൽ ആ ലെങ്ത് കൂടുന്നതനുസരിച്ച് വലിയ വില. അത് 35 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള വിലയ്ക്കുള്ള വലകളുണ്ട്. അതുപോലെ ഇത് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇവരാരും ധനികരല്ല, മത്സ്യത്തൊഴിലാളികൾ തന്നെ അവർ ചേർന്ന് ലോൺ എടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് കുറ്റി അല്ലാതെ സംഭരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ല, അത് അവര് ഇത്രയും ദിവസത്തേക്ക് കൊണ്ടുപോകണമല്ലോ. അത്രയും നാളത്തേക്ക് പാചകം ചെയ്യാനുള്ള ഗ്യാസ് വേണം. പിന്നെ ജനറേറ്റർ ഉണ്ട്, അതിനുള്ള പെട്രോൾ അതിനകത്തുണ്ട്. ചൂണ്ടബോട്ടാകുമ്പോൾ ബോട്ട് ഓഫ് ചെയ്തിട്ട് ജനറേറ്റർ ചാലുവാക്കിയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ജനറേറ്ററിനകത്ത് ഡീസൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും ജനറേറ്ററിൽ ഒഴിക്കാനായിട്ട്. അതെല്ലാം ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യത. പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായില്ലേ? ഉണ്ടായി. ഗ്യാസ് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ഈ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് അവിടെ ഒരു ചീനലയുടെ പുറത്ത് വീണ്. അപ്പം തന്നെ അവിടെ ഒരു വള്ളം പോയിട്ടാണ് ഒരു ഒഴിച്ച് ആ ഒരു അപകടത്തിൽ നല്ല ആ ചീനലയും കത്തി നശിച്ചേനെ. പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് വീണു സിലിണ്ടർ. ഇതും ഇവിടുന്ന് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത അതാണ് സംഭവിച്ചതാണ്. സിലിണ്ടർ പൊട്ടി വേറെ ബോർഡിലോട്ട് വീണിട്ടാണ് വീണ്ടും കത്തിയത്. അത് തന്നെയാണ്. കാരണം അവർക്ക് പറയുമ്പോൾ തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം പുലർച്ചെ വലിയ അപകടമുണ്ടായ ശേഷം ഇത്തരത്തിൽ ഇനി പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ടാകുന്നു. അങ്ങനെയാണ് ഇവർ ഈ ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം വീടുകൾ പൂട്ടി ഇവിടുന്ന് പോകേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഗ്യാസ് കുറ്റികൾ കാണാം. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഈ ബോട്ടിൽ ബോട്ടിനുള്ളിൽ നിന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എത്ര വലിയ അപകടമാണ് സംഭവിച്ചത് എന്ന് നോക്കൂ. കാരണം ആഴക്കടലിൽ മത്സ്യബന്ധനത്തിലായി പോകുമ്പോൾ തിരിച്ച് മത്സ്യത്തൊഴിലാളികൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ പാചകത്തിനായി അടക്കം ഗ്യാസ് കുറ്റികൾ ഈ ബോട്ടുകളിൽ കരുതാറുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. പല ഗ്യാസ് കുറ്റികളും പൊട്ടിത്തെറിച്ചതൊക്കെ അവിടെ നിന്ന് മാറ്റിയിടുന്നത് കാണാനുണ്ട്. ഫയർഫോഴ്സ് ആണെങ്കിലും തീയണയ്ക്കുന്ന സമയത്ത് വലിയൊരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് തന്നെ ആശ്വാസകരമായ കാര്യമാണ്.